നമസ്കാരം. നമ്മുടെ കുടുംബക്ഷേത്രത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് ആദ്യമേ നന്ദി പറയട്ടെ. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ എന്നോട് ചോദിച്ച ഒരു പ്രധാന ചോദ്യമാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പരദേവതയെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നത്. ഇതിനോടൊപ്പം തന്നെ പലർക്കുമുള്ള മറ്റൊരു സംശയമാണ് അച്ഛൻ വഴിയാണോ അതോ അമ്മ വഴിയാണോ കുടുംബക്ഷേത്രം വരുന്നത് എന്നത്. ഈ കാര്യങ്ങൾക്കെല്ലാമുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ആ സംശയത്തിന് മറുപടി പറയാം. കേരളീയ ആചാരപ്രകാരം കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പരദേവത എന്നത് പ്രധാനമായും വരുന്നത് അച്ഛൻ വഴിയാണ്. അതായത് അച്ഛന്റെ തറവാട്ടുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് നിങ്ങളുടെ കുലദൈവം അല്ലെങ്കിൽ പരദേവത എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ മരുമക്കത്തായം നിലനിന്നിരുന്ന തറവാടുകളിൽ അമ്മ വഴിയുള്ള പരദേവതയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. എങ്കിലും പൊതുവായ രീതി നോക്കുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞു പോകുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ കുടുംബക്ഷേത്രമാണ് സ്വന്തം ക്ഷേത്രമായി മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷണം തുടങ്ങേണ്ടത് അച്ഛന്റെ തറവാട് കേന്ദ്രീകരിച്ചാണ്. ഇനി ഈ ക്ഷേത്രം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതിനുള്ള ആദ്യത്തെ വഴി നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവന്മാരോട് സംസാരിക്കുക എന്നതാണ്. പലപ്പോഴും അവർക്ക് ക്ഷേത്രത്തിന്റെ പേരോ കൃത്യമായ സ്ഥലമോ അറിയില്ലെങ്കിലും പണ്ട് കുട്ടിക്കാലത്ത് പോകാറുള്ള സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തറവാട് വീടിനടുത്തുള്ള കാവുകളെക്കുറിച്ചോ ചെറിയ ചില സൂചനകൾ തരാൻ സാധിക്കും. ആ ചെറിയ അറിവുകളിൽ നിന്ന് വേണം നമ്മൾ അന്വേഷണം തുടങ്ങാൻ. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ കുടുംബ പേര് അല്ലെങ്കിൽ തറവാട് പേര് ശ്രദ്ധിക്കുക എന്നതാണ്. പഴയ തറവാട് നിന്നിരുന്ന സ്ഥലം ഇന്ന് നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ പോലും ആ പ്രദേശം ഒന്ന് സന്ദർശിക്കുന്നത് വലിയൊരു തുമ്പുണ്ടാക്കാൻ സഹായിക്കും. അവിടുത്തെ ഇപ്പോഴത്തെ താമസക്കാരോടോ അല്ലെങ്കിൽ പഴയ തലമുറയിലുള്ള അയൽവാസികളോടോ ചോദിച്ചാൽ നിങ്ങളുടെ കുടുംബം പണ്ട് ആരാധിച്ചിരുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ അറിവുണ്ടാകും. ഇതൊന്നും കൂടാതെ വീട്ടിലെ പഴയ ആധാരങ്ങൾ അല്ലെങ്കിൽ വസ്തുവിന്റെ രേഖകൾ ഒന്ന് പരിശോധിച്ചു നോക്കുന്നതും നല്ലതാണ്. പഴയ കാലത്തെ ആധാരങ്ങളിൽ ക്ഷേത്രവിഹിതം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കുടുംബക്ഷേത്രത്തിന്റെ പേരോ പരാമർശിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഈ വഴികളിലൂടെ ഒന്നും ഒരു വിവരവും ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് ജ്യോതിഷപരമായ ഒരു വഴി കൂടി നോക്കാവുന്നതാണ്. വിശ്വസിക്കാവുന്ന ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെച്ച് നോക്കിയാൽ നിങ്ങളുടെ പരദേവത ഏതാണെന്നും ആ ക്ഷേത്രം എവിടെയാണെന്നും അല്ലെങ്കിൽ ആ ദേവത ഇപ്പോൾ എവിടെയാണ് കുടികൊള്ളുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പലരും ഈ വഴിയിലൂടെയാണ് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ കുടുംബക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും ഒരു വലിയ സഹായമാണ്. നിങ്ങളുടെ തറവാട് പേരോ കുടുംബ പേരോ വെച്ച് ഫേസ്ബുക്കിലോ മറ്റോ തിരഞ്ഞാൽ ഒരേ കുടുംബത്തിൽപ്പെട്ട ഗ്രൂപ്പുകളോ കൂട്ടായ്മകളും കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അവരുമായി ബന്ധപ്പെടുന്നതും ക്ഷേത്രത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. നമ്മുടെ വേരുകൾ തേടിയുള്ള ഈ യാത്ര അല്പം പ്രയാസകരമായിരിക്കാം. പക്ഷേ സ്വന്തം പരദേവതയെ കണ്ടെത്തി വന്ദിക്കുന്നത് ജീവിതത്തിൽ